നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ എന്തിനെങ്ങനെ കാറി കൂവുന്നേ? അലമാരി വെച്ചിരുന്ന ഇന്ന് കൊണ്ടുവന്ന ആ രൂപ നീ കണ്ടോ? രൂപയോ? എന്താ ഏട്ടാ, എന്തു പറ്റി? ആ ഇന്ദു ഇന്നലെ 1 ലക്ഷം രൂപ ബാങ്കിൽ ഇടാനായി തന്നില്ലേ, അതിപ്പോ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അതിപ്പോ എവിടെ പോവാനാ? പണം എന്തായാലും തനിച്ച് അലമാരിന്ന് ഇറങ്ങി പോവില്ലല്ലോ. ആരോ അതെടുത്തു, അതെനിക്ക് ഉറപ്പാണ്. അതെന്തിനാ എന്നെ നോക്കി പറയുന്നേ? ഞാൻ എടുത്തോന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നീയും നിന്റെ മോളും സംശയിക്കാതിരിക്കാനുള്ള പുള്ളികളൊന്നും അല്ലല്ലോ. ദേ നോക്ക്, വരുന്നേനും പോകുന്നേനും ഞങ്ങളെ പഴിച്ചാരാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ അറിയാതെ എന്റെ മുറിയിൽ എന്റെ അലമാരിയിലിരിക്കുന്ന പണം എങ്ങോട്ട് പോവില്ല. ഓ പിന്നെ 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന മുറിയല്ലേ, ആർക്ക് വേണേലും കേറി ഇറങ്ങാലോ. ദേ നിൽക്കുന്ന ഒരുത്തൻ, അവനോട് ചോദിക്കാൻ പാടില്ലേ? എന്തിനാ എടുത്തി? വെറുതെ എന്തിനാ അവൻ എങ്ങനെ പഴിക്കുന്നത്? സത്യമായിട്ട് അമ്മാവൻ എവിടെ പണം കൊണ്ട് വെച്ചെന്ന് പോലും എനിക്കറിയില്ല. വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കല്ലേ. ഓ, പണം ബാങ്കിൽ ഇട്ടോന്ന് ആ ഇന്ദു വന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ ചെന്ന് കയറാനാണ്? 1 രൂപ പോലും ഇല്ല എന്റെ കയ്യില്. അമ്മാവാ, എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ അമ്മാവാ, അമ്മാവന്റെ അലമാരിന്ന് കാണാതായ പണം എടുത്തതേ ദാ ഇവളാ. എന്താ മോളെ ഈ പറയുന്നത്? അതെ അമ്മാവ, തൊണ്ടി സഹിതം ഞാൻ പിടികൂടിയിട്ടുണ്ട്. ഇവളത് സമ്മതിക്കുകയും ചെയ്തു. ഇവളാ അലമാരിന്ന് 1 ലക്ഷം രൂപ എടുത്തത്. ഈ പറയുന്നത് സത്യമാണോടി? എന്തിനാ നീ പണം എടുത്തത്? ചോദിച്ചാൽ കേട്ടില്ലേ? മറുപടി പറയണേ. അതെ, ഈ പെണ്ണ് എന്തേലും പറയുന്നത് കേട്ട് എന്റെ കൊച്ചിനെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. എന്തിനു ഏതിന് എന്നെ എന്റെ കൊച്ചിനെയും പഴിച്ചായിരുന്നതാണല്ലോ നിങ്ങളുടെ ഇഷ്ട വിനോദം. അതെ, ഇത് വെറുതെ വിനോദത്തിന് പറഞ്ഞതൊന്നുമല്ല. ഇവൾ 1 ലക്ഷം രൂപ കൊണ്ടുചെന്ന് ഒരുത്തന് കൊടുക്കുമ്പോ കയ്യോടെ പിടികൂടിയതാണ് ഞാൻ. അതെ, ആർക്കാ ഇവള് പണം കൊടുത്തേന്നറിയാമോ? കല്യാണ ദിവസം സ്വർണം എടുത്തോണ്ട് അമൽ എന്ന ഒരുത്തന്റെ കൂടെ ഇവൾ ഒളിച്ചോടി പോയില്ലേ, അവനാ ഇവള് പണം എടുത്തു കൊടുക്കാൻ പോയത്.